നോക്കിക്കോ, ഇതെല്ലാം ഒതുക്കി പെറുക്കി എടുത്ത് വെച്ചില്ലെങ്കിൽ ഞാനിതെല്ലാം കൊണ്ട് പള്ളേ കൊണ്ട് കളയും എന്ന് അമ്മച്ചി പറഞ്ഞതുകൊണ്ടാണ് ഞാനിതെല്ലാം കൂടി ഒന്ന് ഒതുക്കി പെറുക്കാനായിട്ട് വന്നത്. അപ്പം ഞാനിതെല്ലാം കൂടി ഒന്ന് അടുക്കി വൃത്തിയാക്കി വെക്കാനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഓർഗനൈസിങ് ബോക്സസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് 6 ഉള്ളൊരു പെയറാണ്. അത് അപ്പം ഞാനത് ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ പ്രൈസ് വന്നിട്ട് 150 രൂപയായിരുന്നു. ഡെലിവറി ചാർജ് വേറെ ഉണ്ട്. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ പ്രൈസിന് 150 രൂപയായിരുന്നു. അപ്പോൾ അതിൽ 6 വരുന്ന ഒരു ബോക്സസാണ്. വലിയ ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കാണ് മെറ്റീരിയൽ. നമ്മൾ ഞെങ്ങുമ്പം അത് നല്ല ഫ്ലെക്സിബിളാണ്. അപ്പം വലിയ കട്ടിയൊന്നുമില്ല. 150 രൂപയ്ക്ക് വർത്താണ്. പക്ഷേ അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ അടിപൊളിയാണ്. അപ്പം ഞാനിത് 6 ഉള്ളൊരു പെയറാണ്. ഇപ്പം അതിന് 160 രൂപ എന്തോ ആണ്. ഞാൻ ഓഫറിൽ കണ്ടുകൊണ്ട് മേടിച്ചതാണ്. പ്രൊഡക്റ്റ് കുഴപ്പമില്ല. അപ്പം ഞാൻ അതിനകത്ത് എൻ്റെ കുറേ കഴിഞ്ഞു പോയതും ഉള്ളതുമായിട്ടുള്ള കുറേ ഫാബ്രിക് പെയിൻ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു. അപ്പം കുറേയൊക്കെ അവിടെ ഒരു വൃത്തി വന്ന പോലെ എനിക്ക് തോന്നി. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതിനകത്തൊക്കെ ഇട്ട് വെക്കണം. അപ്പം ഞാൻ ഓർത്തു ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തേക്കാം. എന്തായാലും പെയിൻറ്റും ബ്രഷും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇതിന് 2 കളറ് മതി, വൈറ്റും യെല്ലോയും. ഈ 2 കളേഴ്സ് കൊണ്ട് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടൊരു ഐഡിയ ആണ്. സംഭവം ഒരു ഡെയ്സി ഫ്ലവറിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ എല്ലാവരും ബോട്ടിൽ ആർട്ട് അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും പെയിൻ്റ് എന്ന് പറയുമ്പോൾ ആദ്യമേ ഇപ്പോൾ ചെയ്യുന്നത് ഈ ഒരു ഡെയ്സിയുടെ ആർട്ടാണ്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം. എനിക്ക് ആ ഒരു ബിയർ ബോട്ടിലിൻ്റെ ബ്ലൂ കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വേറെ കോട്ടൊന്നും അടിക്കാണ്ട് ഡയറക്റ്റ് ആ പൂ തന്നെ വരച്ചത്. പക്ഷേ സംഭവം കൊള്ളാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്യണം. ദൈവത്തെ ഓർത്ത് ഇത് ആരുടെയും കോപ്പിയൊന്നുമല്ല, പിൻട്രസ്റ്റിൽ കണ്ടതുകൊണ്ട് മാത്രം ഞാൻ എടുത്ത് വരച്ചതാണ്. അപ്പം ഞാൻ ഒരു ആഗ്രഹമുണ്ട് ഓരോ ദിവസവും ഓരോ കുപ്പി വെച്ച് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യണമെന്ന്. ഞാൻ കുറേ നാളിങ്ങനെ കുപ്പി കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ അത്യാവശ്യം കുറേ ബോട്ടിൽസ് ഉണ്ട്. അപ്പം അതിലെല്ലാം പെയിൻറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ പറയുന്ന ഐഡിയാസ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാൻ ഞാൻ നോക്കാം. എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിപ്പം വെക്കേഷനൊക്കെ ആണല്ലോ. അപ്പം നമുക്ക് സ്കൂളുള്ള ടൈമിൽ എല്ലാവരും ഓർക്കും സ്കൂൾ അടച്ചിട്ട് വേണം ഓരോ ക്രാഫ്റ്റൊക്കെ ചെയ്യണമെന്ന്. എൻ്റെ ക്രാഫ്റ്റിൻ്റെ കൂടുതൽ കൊണ്ട് ഞാനിരുന്ന ടേബിളിൽ ഫുള്ള് പെയിൻറ്റ് വീണു. ഇനി അതിന് അമ്മച്ചിയുടെ വായിരിക്കുന്ന വേറെ കേൾക്കാം. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം.